السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين برضا الله. الحمد لله الذي قال في كتابه النبي أولى بالمؤمنين من أنفسهم، والصلاة والسلام على من قال في شأنه إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما، وعلى آله وأصحابه وأتباعه الذين رضي الله عنهم ورضوا عنه. ألا إن الصلاة على الرسول شفاء للقلوب من العليل، فصل عليه إن الله صلى عليه ولا تكونن بالبخيل. ألا إن الصلاة عليه نور لدى الظلمات في يوم المهول. إذا صليت صلى الله عشرا بواحدة عليك على الرسول. ആദരണീയരായ സാദാത്തുക്കളെ, ബഹുമാന്യരായ ഉലമാക്കളെ, പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, ഹിഫ്ള് പഠിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മുബാറക്കായ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ സഹോദരന്മാരെ, സഹോദരികളെ, ജല്ല ജലാലായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ പരിപൂർണമായും നമ്മിൽ നിന്നും ഖബൂല് ചെയ്യട്ടെ. നല്ല റാഹത്തോടുകൂടെ എല്ലാവരും ആമീൻ പറയുക. അള്ളാഹു ഖബൂല് ചെയ്യട്ടെ. നമ്മുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവും കുടുംബപരവുമായ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു തരട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ട് മൺമറഞ്ഞു പോയവരുടെ അർവാഹുകളിലേക്ക് ഈ പരിശുദ്ധമായ മജ്ലിസിൽ വെച്ച് നമ്മൾ ചെയ്യുന്ന അഅമാലിന്റെ മിസ്ലു സവാബിനെ അല്ലാഹു തആല എത്തിക്കുമാറാവട്ടെ. അവസാനം അല്ലാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് കീഴടങ്ങി ലോകത്ത് നിന്ന് മരിച്ച് വേർപിരിയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധ കലിമ ചൊല്ലി സന്തോഷത്തോടുകൂടെ റാഹത്തോടുകൂടെ മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു തആല നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ധാരാളം ആളുകൾ നമ്മുടെ മജ്ലിസിൽ വെച്ച് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. 10,000 രൂപ അൻവാറിലേക്ക് സംഭാവന നൽകിയത് മുതൽ വിവിധങ്ങളായ ഉദ്ദേശങ്ങൾ നിറവേറാൻ വേണ്ടി ദുആ ചെയ്യാൻ, അതുപോലെ കഴിഞ്ഞ സ്വലാത്തുകളിലൊക്കെ ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ, കല്യാണം ശരിയായതിനു വേണ്ടി, ഉദ്ദേശങ്ങൾ നിറവേറിയതിനു വേണ്ടി ഒക്കെ വീണ്ടും ആ സന്തോഷങ്ങൾ അറിയിച്ച സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. പരീക്ഷയിൽ വിജയിക്കാൻ വേണ്ടിയും വിദേശത്തേക്കുള്ള യാത്ര റാഹത്താവാൻ വേണ്ടിയും രോഗങ്ങൾ മാറാൻ വേണ്ടിയും വിവിധങ്ങളായ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടവരുമുണ്ട്. ജല്ല ജലാലായ റബ്ബ് സുബ്ഹാനഹു വ തആല ഉപ്പാപ്പയടക്കമുള്ള നമ്മുടെ മഹത്തുക്കളുടെ ഹഖ് ബറക്കത്ത് കൊണ്ട് എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.
ഞാൻ ഓതിവെച്ച ആയത്ത് മാത്രം ഒന്ന് അർത്ഥം വെച്ച് പോവുകയാണ്. സൂറത്തുൽ അഹ്സാബിന്റെ 56-ാമത്തെ ആയത്താണ് നമ്മൾ ഓതിയത്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല വമലായികതഹു, അല്ലാഹുവിന്റെ മലക്കുകളും, യുസല്ലൂന അലൻ നബി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്തു ചൊല്ലുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളായ ആളുകളെ, സല്ലൂ അലൈഹി, നബിയുടെ മേൽ നിങ്ങളും സ്വലാത്ത് ചൊല്ലുക, വസല്ലിമു, സലാമും ചൊല്ലുക. സ്വലാത്തിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ള ആദ്യത്തെ ആയത്താണിത്. ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിന്റെ ഏറ്റവും ശ്രേഷ്ഠരായ സൃഷ്ടിയായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ ബഹുമതിയാണിത്. ആ വിധത്തിലുള്ള ബഹുമതിയും ആദരവും ഒന്നും അള്ളാഹുവിന്റെ വേറെ ഒരു സൃഷ്ടികൾക്കും അല്ലാഹു തആല നൽകിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ആ ഒരു പരിശുദ്ധമായ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാന്മാരായ മുഫസ്സിറുകളെ രേഖപ്പെടുത്തിയത് കാണാം. തഫ്സീർ റൂഹുൽ ബയാൻ പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പരിശുദ്ധമായ വചനം മുഖേന പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള ആദരവ്, പ്രഥമ മനുഷ്യനും പ്രവാചകരുമായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനിക്ക് അല്ലാഹു തആല നൽകിയ ആദരവിനേക്കാളും മഹത്തരമാണ്. കാരണം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല പടച്ചു കഴിഞ്ഞിട്ട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല ആദരിച്ചത് എങ്ങനെയാണ്? മലായികത്തിനോട് അല്ലാഹു തആല നിർദ്ദേശം കൊടുത്തു, ഉസ്ജുദൂ ലി ആദമ, ആദമിന് നിങ്ങൾ സുജൂദ് ചെയ്യുക. ഫസജദൽ മലായികത്തു കുല്ലുഹും അജ്മഊൻ, ആ സമയത്ത് എല്ലാ മലക്കുകളും സയ്യിദുന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വേണ്ടി സാഷ്ടാംഗ പ്രണാമം അർപ്പിച്ചു എന്നത് വിശുദ്ധ ഖുർആനാണ്. പക്ഷേ ആദം നബിയെ ആദരിക്കാൻ വേണ്ടി പരിശുദ്ധമായ ആ ഒരു ഇബാദത്ത് അള്ളാഹുവിന്റെ മലായികത്ത് ചെയ്യുമ്പോൾ മലായികത്തിന്റെ കൂട്ടത്തിൽ അല്ലാഹു തആല ആ ഒരു കർമ്മം ചെയ്തിട്ടില്ല എന്നതാണ് പരമാർത്ഥം. മലക്കുകളാണ് സുജൂദ് ചെയ്തത്, അല്ലാഹു തആല സുജൂദ് ചെയ്തിട്ടില്ല. എന്നാൽ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് നിർദ്ദേശം നൽകുമ്പോൾ അതിന്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹു തആല പറയുന്നത് ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി, അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, അല്ലാഹുവിന്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. സ്വലാത്ത് എന്നുള്ള പരിശുദ്ധമായ ഇബാദത്ത് സൃഷ്ടാവായ അല്ലാഹു ഏറ്റെടുത്തു നടത്തിയിട്ടാണ് സത്യവിശ്വാസികളോട് പറയുന്നത്, നിങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലണം. തഫ്സീർ റൂഹുൽ ബയാനൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളായ ആളുകൾക്ക്, പ്രവാചക പ്രേമികളായ ആളുകൾക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത അനുരാഗത്തിന്റെയും ആദരവിന്റെയും സ്പന്ദനങ്ങളും സൗന്ദര്യവും സ്വലാത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അദമ്യമായി സ്നേഹിക്കുന്നവർക്ക് പരിശുദ്ധമായ സ്വലാത്ത് എപ്പോഴും ആനന്ദം പകരുന്ന ഇബാദത്താണ്. പരിശുദ്ധമായ സ്വലാത്തിലൂടെ ആത്മീയമായ ചൈതന്യവും തൃപ്തിയും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഏത് സമയത്തും ചെയ്യാൻ പറ്റുന്ന പരിശുദ്ധമായ ആരാധനയാണ് സ്വലാത്ത്. ഒരു മുഅ്മിനായ മനുഷ്യൻ വലിയ ശുദ്ധിക്കാരനായാൽ അവനിക്ക് പരിശുദ്ധമായ ഖുർആൻ ഓതാൻ പാടില്ല, പരിശുദ്ധമായ ഖുർആൻ തൊടാൻ പാടില്ല. ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് അശുദ്ധിയായാൽ നിസ്കരിക്കാൻ പാടില്ലാത്ത സമയമായാൽ പരിശുദ്ധമായ ഖുർആൻ ഓതാൻ പാടില്ല. അത് കണ്ടിട്ടാണെങ്കിലും കാണാതെയാണെങ്കിലും ഓതാൻ പാടില്ല. പരിശുദ്ധമായ ഖുർആൻ തൊടാൻ പാടില്ല. എന്നാൽ ഏതൊരാൾക്കും ഏതൊരവസരത്തിലും ചെയ്യാൻ പറ്റുന്ന ഒരു ഇബാദത്താണ് അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ആത്മാർത്ഥമായിട്ട് സ്വലാത്ത് ചൊല്ലുമ്പോൾ ഉണ്ടായിത്തീരുന്ന അവസ്ഥ എന്താണെന്നറിയോ? മാമിൻ മൗളിഇൻ യുദ്കറു ഫീഹി നബിയു ഔ യുസല്ലാ അലൈഹി. ഒരു സ്ഥലത്ത് വെച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബിനെ പറയപ്പെട്ടാൽ, ഒരു സ്ഥലത്ത് വെച്ച് ഹബീബായ നബിയുടെ മേലിൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ ഖാമത്ത് അൻലുറായിയത്തുൻ തഖ്രിഖുസ് സമാവാതി സബ്ആ, 7 ആകാശങ്ങളും കീറി മുറിച്ചുകൊണ്ട് ഹത്താ തൻതഹിയ ഇലൽ അർളി, ഈ ഭൂമിയിലേക്ക് എത്തുന്ന പരിശുദ്ധമായ ഒരു സൗരഭ്യമുണ്ട്. നിങ്ങൾ ആലോചിക്കണം, ഒരു മജ്ലിസിൽ വെച്ച് നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ അത് വീടാവട്ടെ, പള്ളിയാവട്ടെ, മദ്രസയാവട്ടെ, സ്വലാത്തിന്റെ മജ്ലിസാവട്ടെ, മഖാമിലാവട്ടെ, എവിടെ വെച്ചുകൊണ്ടും നമ്മൾ ഹബീബായ നബിയുടെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ റായിഹത്തുൽ, ഒരു വാസന, ഒരു സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശുകയാണ്. ആ സുഗന്ധം 7 ആകാശങ്ങളും കീറി മുറിച്ചുകൊണ്ട് ഈ ഭൂമി ലോകത്തേക്ക് എത്തുന്നു. യജ്ദുരീഹഹാ കുല്ലു മൻ ഖലഖല്ലാഹു ഫിൽ അർള് ഇല്ലൽ ഇൻസ വൽ ജിന്നാ. ആ പരിശുദ്ധമായ സൗരഭ്യം മലക്കുകളല്ലാത്ത, മനുഷ്യരല്ലാത്ത, ജിന്നുകളല്ലാത്ത, മനുഷ്യരല്ലാത്ത ബാക്കിയുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളും സ്വലാത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള പരിശുദ്ധമായ സൗരഭ്യം ആസ്വദിക്കുകയാണ്. ആ സൗരഭ്യത്തിൽ ഇങ്ങനെ ആറാടുകയാണ്, ആനന്ദിക്കുകയാണ്. എന്തേ മനുഷ്യർക്ക് ആ സൗരഭ്യം ആസ്വദിക്കാൻ കഴിയാഞ്ഞത്? ഫഇന്നഹും ലൗ യജദൂ റീഹഹാ, ആ സ്വലാത്തിലൂടെ ഉണ്ടാകുന്ന സൗരഭ്യമെങ്ങാനും ആസ്വദിക്കാൻ ഒരു മനുഷ്യനിക്ക് കഴിഞ്ഞാൽ ലശഗല കുല്ലു വാഹിദിൻ മിൻഹും ബിലദ്ദാതിഹാ അൻ മഈശതിഹി, പിന്നവൻ കച്ചവടം ചെയ്യൂല, പിന്നവൻ വണ്ടി ഓടിക്കൂല, പിന്നവന്റെ ജോലിക്കവൻ പോകൂല, വീട്ടിലുള്ള തൊഴിലുകൾ ചെയ്യുകയില്ല, ഒരു തൊഴിലും തന്നെ അവർ ജീവിത മഈശത്തിന്റെ വിഭവങ്ങൾക്കൊന്നും അവൻ അധ്വാനിക്കുകയില്ല. കാരണം ഈ സ്വലാത്തിന്റെ മാസ്മരികതയിൽ, ആ സൗരഭ്യത്തിൽ അവനും മറന്നു പോവുകയാണ്. എന്നിട്ട് മഹാന്മാര് പറയുന്നു, വലാ യജിദു തിൽക റായിഹത മലക്കുൻ വലാ ഖൽഖും മിൻ ഖൽഖില്ലാഹ്. ഒരു മജ്ലിസിൽ വെച്ച് സ്വലാത്ത് ചൊല്ലുമ്പോൾ ആ സ്വലാത്തിലൂടെ
നമുക്ക് കാണാൻ കഴിയാത്ത മനുഷ്യർക്ക് അവരുടെ മൂക്കുകൾക്ക് ആസ്വദിക്കാൻ കഴിയാത്ത സൗരഭ്യം അല്ലാഹുവിന്റെ മലക്കുകളെല്ലാം ആസ്വദിക്കുകയാണ്. അപ്പോൾ അവർ ചെയ്യുന്നത് ഇല്ലസ്തഗ്ഫറ ലി അഹ്ലിൽ മജ്ലിസി, ആ മജ്ലിസിലുള്ള ആളുകൾക്ക് വേണ്ടി അവർ ഇസ്തിഗ്ഫാർ നടത്തുന്നതാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരുമാറാവട്ടെ. മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ വാഹിദാ, ഒരാൾ എൻ്റെ മേലിൽ ആത്മാർത്ഥമായിട്ട് ഒരൊറ്റ സ്വലാത്തെങ്കിലും ചൊല്ലിയാൽ സ്വല്ലല്ലാഹു അലൈഹി അശ്റാ, അവന്റെ മേലിൽ അല്ലാഹു തആല 10 സ്വലാത്തുകൾ ചൊല്ലുന്നതാ. അല്ലാഹു 10 സ്വലാത്ത് ചൊല്ലുമെന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണത്തിൽ കാണാം, കതബല്ലാഹു ലഹു അശ്റ ഹസനാത്ത്, അവന്റെ നന്മയുടെ ഏടിൽ 10 ഹസനത്തുകളെ അല്ലാഹു തആല രേഖപ്പെടുത്താൻ പറയുകയാണ്. വമഹാ അൻഹു അശ്റ സയ്യിആത്ത്, ഒരൊറ്റ സ്വലാത്തിന്റെ പേരിൽ അവന്റെ ജീവിതത്തിലുണ്ടായ 10 തെറ്റുകളെ മായ്ക്കപ്പെടാൻ വേണ്ടി, ആ ഏടിൽ നിന്ന് മായ്ക്കപ്പെടാൻ വേണ്ടി പറയുന്നു. വറുഫിഅത് ലഹു അശ്റു ദറജാത്ത്, പരലോകത്ത് സമുന്നതമായ 10 പദവികൾ അല്ലാഹു തആല നൽകും ഒരൊറ്റ സ്വലാത്തിന്റെ പേരിൽ. മാത്രമല്ല മുത്തു നബി തങ്ങളുടെ ഹദീസിൽ കാണാം, മൻ സ്വല്ലാ അലയ്യ മിഅതൻ, ഒരാൾ എൻ്റെ മേലിൽ ഒരു ദിവസം 100 സ്വലാത്ത് ചൊല്ലിയാൽ കതബല്ലാഹു ബൈന ഐനൈഹി ബറാഅതൻ മിനൻ നിഫാഖ് വബറാഅതൻ മിനൻ നാർ വഅസ്കനഹുല്ലാഹു യൗമൽ ഖിയാമത്തി മഅശ്ശുഹദാ. അല്ലാഹു തആല കപട വിശ്വാസത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കുന്നതാണ്. നരകത്തിൽ നിന്ന് അല്ലാഹു അവനെ മോചിപ്പിക്കുന്നതാണ്. മുത്തു നബിയുടെ മേലിൽ ഒരു ദിവസം 100 സ്വലാത്ത് ചൊല്ലിയ ആളുകൾ ഈ ലോകത്ത് നിന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ അല്ലാഹു തആല അവനെ താമസിപ്പിക്കുന്നത് വഅസ്കനഹുല്ലാഹു യൗമൽ ഖിയാമത്തി മഅശ്ശുഹദാ, ശുഹദായിനോട് കൂടെയാണെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലാ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ധാരാളം ഹദീസുകൾ മുത്തുനബി തങ്ങളുടെ സ്വലാത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ചുരുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തും ബറക്കത്തും നമുക്ക് കരസ്ഥമാകുവാനും നരകമോചനം ലഭിക്കുവാനും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കാനും ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ ഹൗദുൽ കൗസർ മേടിച്ചു കുടിക്കുവാനും ഒക്കെ പരിശുദ്ധമായ സ്വലാത്ത് കാരണമാണ്. അതുപോലെ നമ്മുടെ ഉദ്ദേശങ്ങൾ നിറവേറാൻ, നമ്മുടെ രോഗങ്ങൾ ശിഫയാവാൻ, നമ്മുടെ കടങ്ങളൊന്ന് വീടിക്കിട്ടാൻ, പെൺമക്കളുടെ കല്യാണം ശരിയാവാൻ, അപകടങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ, ജോലിയിൽ ഉയർന്ന നിലവാരത്തിലെത്താൻ, പഠനത്തിൽ മികവ് ലഭിക്കാൻ, കുടുംബത്തിൽ ബറക്കത്ത് ലഭിക്കാൻ, നമ്മുടെ ഹൃദയത്തിൽ വെളിച്ചം ലഭിക്കാൻ എല്ലാം കാരണമാണ് അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കാം. ലോകത്ത് കഴിഞ്ഞു പോയ ഒരുപാട് മഹാന്മാര് അള്ളാന്റെ ഹബീബിന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് വിജയം ലഭിച്ചവരാണ്. മുഅ്മിനീങ്ങളെ, ബഗ്ദാദിൽ നല്ല ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. നല്ല ഉയർന്ന നിലവാരത്തിലുള്ള സാമ്പത്തിക ഭദ്രതയുള്ള ചെറുപ്പക്കാരനാണ്. കച്ചവടം ചെയ്യലാണ് തൊഴില്. അല്ലാഹു തആല വലിയ നിഅമത്തുകളൊക്കെ ചെയ്തു കൊടുത്തയാളാ. പക്ഷേ അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം
ആ ചെറുപ്പക്കാരന്റെ കച്ചവടക്ക പതാളത്തിലായി സാമ്പത്തികമായ പരാധീനതകൾ അനുഭവിക്കാൻ തുടങ്ങി. അവസാനം ജീവിത ചെലവിന് പോലും ബാക്കിയുള്ള ആളുകളുടെ അടുക്കൽ നിന്ന് കടം മേടിക്കാൻ തുടങ്ങി. എന്നിട്ടോ ആ കടമൊന്നും തിരിച്ചു വീട്ടാനുള്ള കഴിവില്ലാതെയായി പോയി. ആ ചെറുപ്പക്കാരൻ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ്. ഓരോ ദിവസവും കടക്കാര് വന്നുകൊണ്ട് ചോദിക്കും, പക്ഷേ കൈമലർത്തുകയല്ലാതെ നിർവാഹമില്ല. അതിനിടക്ക് 3000 ദീനാർ കടം ലഭിക്കാനുള്ള ഒരു വ്യക്തി ബഗ്ദാദിലുള്ള കോടതിയിൽ പോയി കേസ് ഫയൽ ചെയ്യുകയാണ്. അവിടെയുള്ള ഖാദി ജഡ്ജി ഈ ചെറുപ്പക്കാരനെ കോടതിയിലേക്ക് വിളിച്ചു വരുത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചു. സത്യസന്ധമായി കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവസാനം എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ജഡ്ജി പറയുന്നു, നിനക്ക് കടം വീട്ടാൻ 30 ദിവസത്തെ അവധി ഞാൻ തരുന്നു. അതിൻ്റെ ഉള്ളിൽ 3000 ദീനാർ നീ വീട്ടിയിരിക്കണം. മാനസികമായ പ്രയാസത്തോടെ വീട്ടിലേക്ക് മടങ്ങിപ്പോരുകയാണ്. കാരണം 3000 ദീനാറാണ് കൊടുക്കാനുള്ളത്. പടച്ചവനെ, 3000 അല്ല, 30 അല്ല, ഒരു 3 ദിർഹം പോലും എൻ്റെ കയ്യിലെടുക്കാനില്ല. 1 ദീനാർ പോലും തൻ്റെ കയ്യിലെടുക്കാനില്ല. ഇനി 30 ദിവസത്തിൻ്റെ ഉള്ളിൽ ആ കടം വീട്ടണമെങ്കിൽ വേറെ ആരോടെങ്കിലും ഒന്ന് കൈനീട്ടേണ്ട അവസ്ഥയാണ്. എന്തു ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ മാനസികമായ വിഷമത്തിൽ കിടക്കുമ്പോഴാണ് തൻ്റെ മനസ്സിൽ ഒരു ചിന്ത വരുന്നത്. ഇനി അല്ലാഹുവിലും അല്ലാഹുവിൻ്റെ റസൂലിലും അഭയം പ്രാപിക്കുക. അഷ്റഫുൽ ഖൽഖ് നബിയുടെ മേലിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുക. കാരണം അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ഹദീസ് വായിച്ചതോർക്കുന്നുണ്ട്. മൻ കാനത് ലഹു ഹാജത്തുൻ മിൻ അംരി ദുനിയാഹു വ ആഖിറതിഹി ഫൽയുസല്ലി അലയ്യ ഫഇന്നഹാ തഹുല്ലുൽ ഉഖദാ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ആർക്കെങ്കിലും ദുന്യവിയോ ഉഖ്റവിയോ ആയ വല്ല ആവശ്യങ്ങളും നിർവഹിച്ച് കിട്ടാനുണ്ടെങ്കിൽ, വല്ല പ്രയാസങ്ങളും നീങ്ങിക്കിട്ടാനുണ്ടെങ്കിൽ അവൻ എൻ്റെ മേലിൽ സ്വലാത്ത് അധികരിപ്പിക്കട്ടെ. ആ സ്വലാത്ത് എല്ലാ കെട്ടുകുടുക്കങ്ങളെയും അഴിച്ചു തരുന്നതാണ്. ഈ ഹദീസ് ഓർമ്മ വന്ന ആ ചെറുപ്പക്കാരൻ തന്റെ വീടിനടുത്തുള്ള പള്ളിയുടെ ഉള്ളിലേക്ക് കയറുകയാണ്. വുളു എടുത്തുകൊണ്ട് പള്ളിയുടെ ഉള്ളിലേക്ക് കയറുന്നു. മഹാനായ യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ സഅദാത്തുദ്ദാറൈനിലൊക്കെ രേഖപ്പെടുത്തിയത് കാണാം. ആ പള്ളിയുടെ മിഹ്റാബിന്റെ അടുത്ത് അങ്ങനെ ചെന്നിരിക്കുകയാണ്. എന്നിട്ടതാ മുത്തുനബിയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നു. സ്വലാത്ത് ചൊല്ലുന്നു, എണ്ണം വെച്ചിട്ടല്ല, അങ്ങനെ സ്വലാത്ത് ചൊല്ലുകയാണ്. അത്യാവശ്യത്തിന് മാത്രമേ പുറത്തേക്ക് പോകൂ. ആവശ്യം കഴിഞ്ഞാൽ വീണ്ടും അവിടെ വന്ന് സ്വലാത്ത് ചൊല്ലുന്നു. ഓരോ ദിവസങ്ങളും അങ്ങനെ കഴിഞ്ഞുപോയി. അവസാനം 27 പകലുകളും കഴിഞ്ഞുപോയി. 28ന്റെ രാത്രി അങ്ങനെ കിടന്നുറങ്ങുകയാണ്. ഫറഅൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതാ തന്റെ മനാമിലൂടെ കിനാവിലൂടെ കടന്നു വരുന്നു സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. തന്നെ സ്നേഹിക്കുന്നവരുടെ ഇഷ്ടമെല്ലാം അറിഞ്ഞ് പരിഹാരം നിർദ്ദേശിക്കുന്ന ഹബീബായ മുത്തുനബി തങ്ങൾ
ആ സാധുവായ മനുഷ്യന്റെ മനാമിലൂടെ വന്നിട്ട് ചോദിച്ചു, മോനെ എന്തേ നിന്റെ പ്രശ്നം? ആ സമയത്ത് വിഷയങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, വിഷമിക്കണ്ട, നീ നേരം വെളുത്ത് സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ബഗ്ദാദിലെ മന്ത്രിയായ അലി ഇബ്നു ഈസായുടെ വീട്ടിലേക്ക് ചെല്ലണം. എന്നിട്ട് അവിടെ ചെന്നിട്ട് പറയണം, മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കടം നിങ്ങളൊന്ന് വീട്ടി തരാൻ. ആ സ്വപ്നം കണ്ട പാടെ ഉറക്കത്തിൽ നിന്ന് നെട്ടി ഉണർന്നു. എന്തൊന്നില്ലാത്ത സന്തോഷമാണ്. പക്ഷേ ആലോചിക്കുന്നു, നേരം വെളുത്താൽ മന്ത്രിയുടെ വീട്ടിലേക്ക് പോകണോ? അങ്ങനെ ഒരു ആലോചന വരാനുള്ള കാരണം, നിങ്ങളോട് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ എൻ്റെ കടം വീട്ടാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അലി ഇബ്നു ഈസാ വിശ്വസിക്കുമോ? കാരണം കളവ് ചെന്ന് പറയാലോ. അതുകൊണ്ട് പോയില്ല. ആ ഒരു വിഷമത്തിൽ പിറ്റേ ദിവസവും പകല് കഴിഞ്ഞു. ആ 29 രാത്രിയിലും ഉറങ്ങുമ്പോ അള്ളാന്റെ ഹബീബിനെ സ്വപ്നം കാണുന്നു. കഴിഞ്ഞ രാത്രി ചോദിച്ച ചോദ്യം ചോദിക്കുന്നു. അള്ളാന്റെ റസൂല് പറഞ്ഞു, മോനെ പോണം, നീ പോകണോ? നേരം വെളുത്തപ്പോൾ പോയില്ല. കാരണം തെളിവ് തന്റെ കയ്യിലില്ല. സുബ്ഹാനല്ലാഹ്, 30ാമത്തെ രാത്രിയിലും ആ ചെറുപ്പക്കാരൻ ഉറങ്ങുമ്പോ അള്ളാന്റെ ഹബീബിനെ 3ാമത്തെ രാത്രിയിലും കാണുകയാണ്. റസൂലുള്ള ചോദിച്ചുവല്ലോ, എന്തേ അലി ഇബ്നു ഈസയുടെ അടുത്തേക്ക് പോകാത്തത്? പറഞ്ഞു, നബിയേ, ഇതെങ്ങാനും അവിടെ ചെന്ന് പറഞ്ഞാൽ നിന്റെ കയ്യിൽ എന്താ തെളിവെന്ന് ചോദിച്ചാൽ, അഷ്റഫുൽ ഖൽഖ് നിന്നോട് പറഞ്ഞു എന്നതിന് തെളിവ് ചോദിച്ചാൽ ഞാൻ എന്താണ് പറയുക എന്ന് മുത്തുനബിയോട് പറഞ്ഞപ്പോ അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു കൊടുക്കുന്നു, മോനെ വിഷമിക്കണ്ട, അലി ഇബ്നു ഈസാ എന്ന ബഗ്ദാദിലെ വസീർ മന്ത്രി ആരാണെന്ന് നിനക്കറിയുമോ? ഓരോ ദിവസവും സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് 5000 സ്വലാത്ത് എൻ്റെ മേലിൽ ചൊല്ലുന്ന വ്യക്തിയാ. അലി ഇബ്നു ഈസാ സ്വലാത്ത് ചൊല്ലുന്ന വിവരം ലോകത്ത് ഒരാൾക്കും അറിയില്ല. ഇല്ലല്ലാഹ് വ മലായികതഹു, അല്ലാഹുക്കും അല്ലാഹുവിന്റെ മലായികത്തിനുമല്ലാതെ വേറെ ആർക്കും അത് അറിയുകയില്ല. 30ാമത്തെ സുബഹിന്റെ ബാങ്ക് വിളിച്ചു. നിസ്കാരം കഴിഞ്ഞു. നേരെ ബഗ്ദാദിലുള്ള മന്ത്രിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് കാര്യം പറഞ്ഞു. ചോദിച്ചു, ഇത് റസൂലുള്ളാഹി തങ്ങൾ തന്നെയാണ് നിന്നോട് പറഞ്ഞതെന്ന് തെളിവെന്താ? അപ്പ പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബ് എന്നോട് പറഞ്ഞത്, നിങ്ങൾ എല്ലാ ദിവസവും സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ ഹബീബിന്റെ മേലിൽ 5000 സ്വലാത്ത് ചൊല്ലുന്ന ആളല്ലേ? അലി ഇബ്നു ഈസാ ഇരിക്കുന്ന കസേരയിൽ നിന്ന് ചാടി എഴുന്നേൽക്കുകയാണ്. കണ്ണ് നിറയുന്നു. സത്യമാണ് സഹോദരാ, ലോകത്ത് ഞാനാ സ്വലാത്ത് ചൊല്ലുന്ന വിവരം അല്ലാഹുവിനും അല്ലാഹുവിന്റെ റസൂലിനുമല്ലാതെ മറ്റാർക്കും അറിയുകയില്ല. അത് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ ഇഖ്ബാർ കാരണമായിട്ട് തന്നെയാണ്. കെട്ടിപ്പിടിക്കുന്നു, ആലിംഗനം ചെയ്യുന്നു. രണ്ടുപേരും എങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. എന്നിട്ടകത്തേക്ക് പോയിട്ട്
മഹാനായ അലി ഇബ്നു ഈസ എന്ന ബഗ്ദാദിലുള്ള മന്ത്രി പണക്കിഴിയുമായി വരുന്നു. പറയുന്നു, മോനെ, ഇത് 3000 ദീനാർ, ഇത് നീ കടം വീട്ടാനുള്ളതാണ്. വേറൊരു 3000 ദീനാറും നിന്റെ കയ്യിൽ പിടിച്ചോ, അത് നിന്റെ കച്ചവടത്തിനുള്ളതാണ്. മറ്റൊരു 3000 ദീനാറും ഞാൻ അതിൽ വെച്ചിട്ടുണ്ട്, അത് നിന്റെ കുടുംബത്തിനുള്ള ചെലവിനുള്ളതാ. 9000 ദീനാറുമായിട്ട് അലി ഇബ്നു ഈസായുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുകയാണ് ആ ചെറുപ്പക്കാരൻ. അൽഹംദുലില്ലാഹ്, അപ്പോഴും സ്വലാത്ത് ചൊല്ലുകയാണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേരെ വീട്ടിലേക്ക് വരുന്നു. ആ പണക്കിഴിയിൽ നിന്ന് 3000 ദീനാർ എണ്ണിയെടുക്കുകയാണ്. ബാക്കി 6000 ദീനാർ ഭാര്യയുടെ കൈവശം കൊടുക്കുന്നു. എന്നിട്ട് നേരെ ബഗ്ദാദിലുള്ള കോടതിയിലേക്ക് പോകുന്നു. കോടതിയിലേക്ക് ചെല്ലുന്നു. ജഡ്ജി പറഞ്ഞ അവസാനത്തെ ദിവസമാണിന്ന്. കോടതിയുടെ വരാന്തയിലെത്തി പരിസരം നോക്കിയപ്പോൾ തനിക്ക് കടം തന്ന കടക്കാരൻ വന്നിട്ടില്ല. താനാണ് ആദ്യം തന്നെ വന്നിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ കടം കിട്ടാനുള്ള ആളും വന്നു. സാക്ഷികളെല്ലാം അവിടെ ഹാജരായി. തൻ്റെ കേസെടുക്കുന്ന സമയം വന്നപ്പോൾ ഖാദി വിളിച്ചു. അതാ പ്രതിക്കൂട്ടിൽ കയറി നിൽക്കുന്നു. കേസെല്ലാം വായിച്ചു. നേരെ ഈ പണപ്പൊതിയുമായിട്ട് ബഹുമാനപ്പെട്ട ഖാദിയുടെ മുന്നിൽ കൊണ്ടുപോയി വെക്കുന്നു. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറയുന്നു, ഇതാ ഇത് 3000 ദീനാറുണ്ട്, ഞാൻ അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിയ കടം വീട്ടുകയാണ്. എന്നിട്ടൊരു കാര്യവും കൂടെ പറയുന്നു, ബഹുമാനപ്പെട്ടവരെ, ഇന്നത്തെ സുബഹിന്റെ ബാങ്ക് വിളിച്ച് നിസ്കാരം കഴിയുമ്പോഴും എൻ്റെ കയ്യിൽ ഒരു ദീനാറ് പോലുമില്ല. പിന്നീട് അഷ്റഫുൽ ഖൽഖ് തങ്ങളെ സ്വപ്നം കണ്ട വിവരം പറഞ്ഞു. റസൂലുള്ള തന്റെ പ്രശ്നത്തിന് പരിഹാരം പറഞ്ഞ വിഷയം പറഞ്ഞു. അലി ഇബ്നു ഈസായുടെ വീട്ടിലേക്ക് ചെന്ന വിവരം പറഞ്ഞു. അലി ഇബ്നു ഈസ അദ്ദേഹത്തിന് പണം നൽകിയ കാര്യവും പറഞ്ഞു. ഇതെല്ലാം സത്യമാണെന്ന് ബോധ്യപ്പെട്ട കോടതിയിലുള്ള ഖാദി അവറുകൾ, ജഡ്ജി അവറുകൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്ന, മോനെ, ആ പൈസ നീ എടുത്തുകൊള്ളൂ. നീ കൊടുക്കാനുള്ള 3000 ദീനാറ് ഞാൻ വീട്ടിത്തരാം. എന്നിട്ട് 3000 ദീനാർ ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ കൊടുക്കുന്നു. ഇത് കൊടുത്തോ നീ. ആ ജഡ്ജി തന്ന 3000 ദീനാർ കടക്കാരന് കൊടുക്കുമ്പോ അദ്ദേഹം ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു. കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, വേണ്ട വേണ്ട, അഷ്റഫുൽ ഖൽഖ് തങ്ങളോടുള്ള മഹബ്ബത്ത് നിലനിർത്തിയിട്ട് ഈ വ്യക്തി എനിക്ക് തരാനുള്ള 3000 ദീനാർ ഈ കോടതിയിൽ വെച്ചുകൊണ്ട് ഞാനിതാ വിട്ടുകൊടുത്തിരിക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. ജഡ്ജിയോട് സലാം പറഞ്ഞു, കടക്കാരനോട് സലാം പറഞ്ഞു. കോടതിയുടെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോകുമ്പോഴും ചുണ്ടനങ്ങുന്നുണ്ട്. ചൊല്ലുന്നത് മുത്തുനബിയുടെ മേലിലുള്ള സ്വലാത്താണ്, ഹബീബിന്റെ മേലിലുള്ള സ്വലാത്താണ്. കാരണം 12,000 ദീനാറിന്റെ ഉടമയായിക്കൊണ്ടാണ് കോടതിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നത്. മൻകാനത്തി ലഹു ഹാജത്തുൻ മിൻ അംരി ദുനിയാഹു വ ആഖിറതിഹി ഫൽയുക്സിർ അലയ്യസ്സലാ. അതുകൊണ്ട് ഒരു 100 സ്വലാത്തെങ്കിലും
എല്ലാ ദിവസവും നമ്മൾ ചൊല്ലാൻ മറക്കരുത്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.